ഗൈസ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടത്ത് കുറച്ച് തേങ്ങ നിൽക്കുന്നുണ്ട്. നമുക്ക് ആ തേങ്ങയൊക്കെ പോയിട്ട് തോട്ടി വെച്ച് വലിച്ചിടണം. അത് മാത്രമല്ല ഫുള്ള് പുല്ലാണ്. അപ്പോൾ പുല്ല് വെട്ടാനുള്ള ആൾ വന്നിട്ടുണ്ട്. കുറച്ച് മാത്രം പുല്ല് വെട്ടണുള്ളൂ. നമുക്ക് കിട്ടാവുന്ന തേങ്ങ മൊത്തം പറിക്കണം. അതിൻ്റെ ഇടയോടെ ഞാൻ കുറച്ച് മാങ്ങയും പൊടിച്ചു. പിന്നെ നമുക്ക് പണ്ടോട്ടുള്ള സ്കില്ലാണ് ഈ ഒറ്റ കൈ കൊണ്ട് മാങ്ങ പൊടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് പിടിക്കുന്ന പരിപാടി. അത് നമ്മളെല്ലായിടത്തും വർക്ക് ചെയ്യാറുള്ളത് തന്നെയാണ്. അപ്പോഴാണ് നമുക്ക് ചെനച്ചൊരു മാങ്ങ പൊളിഞ്ഞ് കിട്ടിയത്. എന്തായാലും കിട്ടിയതല്ലേ, കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കടി അങ്ങോട്ട് കടിക്കാന്ന് വെച്ചു. സംഭവം കൊള്ളാം, രസമുണ്ട്. പക്ഷെ ഉപ്പും മുളകും വെളിച്ചെണ്ണയും കൂടെ വേണ്ടതായിരുന്നു. ഗൈസ്, നിങ്ങൾ വിചാരിക്കണ പോലെ ഒന്നുമല്ല. ഈ തെങ്ങിൻ്റെ മണ്ടേ വന്ന് തേങ്ങ കുറേ പറിച്ചിടുമ്പോഴേക്കുണ്ടല്ലോ കഴുത്തിൻ്റെ ബാക്കിലൊക്കെ വേന വന്നിട്ട് പണ്ടാറടങ്ങും. പിന്നെ ഞാൻ എങ്ങനെയാ അത് മൊത്തം വലിച്ചിട്ടിട്ട് എല്ലാം പറക്കി കൂട്ടി ചാക്കിലാക്കി നേരെ വീട്ടിലേക്ക് നടന്നു. ഒരുവിധം തേങ്ങയൊക്കെ നമ്മൾ പറക്കി എടുത്തിട്ടുണ്ട്. ഒരു 19 തേങ്ങയൊക്കെ ഉണ്ടാവുമായിരിക്കും, ചിലപ്പോൾ അതിന് കൂടുതൽ ഉണ്ടാവുമായിരിക്കും. ഗൈസ്, നൗ ഐ ഇൻട്രൊഡ്യൂസ് യു ദ നാളേരം സ്റ്റാർ മിസ്റ്റർ വിജയേട്ടൻ. വിജയേട്ടനാണ് ഈ കണ്ട നാളേരം മൊത്തം പൊതിച്ച് ഒടച്ചു വെച്ച് തന്നത് ഞങ്ങൾക്ക്. ഈ നാളികേരം പൊതിക്കാനും ഉടയ്ക്കാനൊന്നും എൻ്റെ ആവശ്യമില്ല. അതൊക്കെ വിജയേട്ടനെ ഡീൽ ചെയ്യാവുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. പക്ഷെ ഇനിയുള്ള പണി കുറച്ചും കൂടെ ടാസ്ക് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഞാൻ ഇറങ്ങി ഇടപെട്ടു. ഇത് കണ്ടില്ലേ, നാളികേരമൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഉണക്കാൻ വയ്ക്കാൻ. കുറച്ച് പണിയായിരുന്നു. അപ്പോൾ ഗൈസ്, അത്രയൊക്കെയുള്ള നമ്മളുടെ ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും വണക്കം.